നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലാണ് നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളത്. ഇന്ന് നിലവിൽ ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളത്. മഴയ്ക്ക് പുറമെ കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും കൂടി സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശം കൂടി നോക്കാം. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1.0 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1.0 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, അതായത് ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. അതുപോലെ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. അതേസമയം 2023 ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള തുലാവർഷ സീസണിൽ ഇക്കുറി രാജ്യത്ത് കൂടുതൽ മഴ ലഭിച്ച ജില്ലകളുടെ പട്ടികയിൽ പത്തനംതിട്ടയ്ക്ക് 2ാം സ്ഥാനമാണ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയാണ് പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത്. തിരുനെൽവേലി ജില്ലയിൽ തുലാവർഷ സീസണിൽ 1329.4 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 158% അധിക മഴയാണ് പെയ്തത്. 2ാം സ്ഥാനത്തുള്ള പത്തനംതിട്ടയിൽ 1220.2 സെന്റിമീറ്റർ മഴയാണ് ലഭിച്ചത്. ലഭിക്കേണ്ടത് 629.0 മില്ലിമീറ്റർ മഴയാണ്. 94% മഴ അധികമായി ലഭിച്ചു. ഇക്കുറി രാജ്യത്ത് ഭേദപ്പെട്ട തുലാവർഷമാണ് അനുഭവപ്പെട്ടത്. രാജ്യത്താകമാനമുള്ള കണക്ക് 110.7 മില്ലിമീറ്റർ മഴ ലഭിച്ചു എന്നതാണ്. ലഭിക്കേണ്ട സാധാരണ മഴ 121.0 മില്ലിമീറ്റർ ആണ്. കേരളത്തിൽ 625.5 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ലഭിക്കേണ്ട 491.0 മില്ലിമീറ്റർ മഴയേക്കാൾ 27% അധികം കിട്ടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.